രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 13 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയാണ് ജീന സജി തോമസ്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ബോധപൂർവമായ നീക്കം യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകിയ യുവതിയെ സാക്ഷിയാക്കണോ എന്ന് നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച്. ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറി യുവതി. കൂടുതൽ പരാതിക്കാർ എത്തുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. മരിച്ചത് മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജി. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6 ആയി. തൊടുപുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചതായി പരാതി. മരിച്ചത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനി സുമി. ആരോപണം സ്മിത മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ക്യാൻസർ ചികിത്സയായ ടിൽ തെറാപ്പിക്ക് വേണ്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 20% കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ള 367 പഞ്ചായത്തുകളിൽ പ്രത്യേക കർമ്മ പദ്ധതിയുമായി BJP. വാർഡുതല സമ്പർക്കത്തിനായി ക്രൈസ്തവ നേതാക്കൾ ഉൾപ്പെടുന്ന പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാക്കും. കന്യാസ്ത്രീ മഠങ്ങളിലെ സമ്പർക്കത്തിന് വനിതാ സ്ക്വാഡുകൾ രൂപീകരിക്കാനും ആലോചന. ക്നാനായ കത്തോലിക്ക സഭ ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പിനെ കണ്ട് രാജീവ് ചന്ദ്രശേഖർ. PK ഫിറോസിനെതിരെ അക്കമിട്ട ആരോപണങ്ങൾ നിരത്തി KT ജലീൽ രംഗത്ത് വരുമ്പോഴും പ്രതിരോധിക്കാൻ തയ്യാറാകാതെ ലീഗ് നേതാക്കൾ. ഫിറോസിന്റെ വരുമാനവും സ്വത്തും സംബന്ധിച്ച് ലീഗിലും വ്യത്യസ്ത നിലപാട്. ഫിറോസിനെതിരെ ഉയർന്നത് റിവേഴ്സ് ഹവാല മുതൽ ധോത്തി ചാലഞ്ചിലെ വെട്ടിപ്പ് വരെയുള്ള ആരോപണങ്ങൾ. CPI സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് പൊതു ചർച്ച. സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും രൂക്ഷ വിമർശനത്തിന് സാധ്യത. അടിസ്ഥാന വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. സമ്മേളനത്തിന് നാളെ കൊടിയിറങ്ങും.